ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട ഉപയോഗിക്കാതെ തയ്യാറാക്കിയ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ ഗ്യാസ് സ്റ്റോപ്പിന്മേൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓവൻ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ആദ്യം കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കണം. ഇതിലേക്ക് ഇപ്പൊ ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് രണ്ടും മിക്സ് ആയിട്ട് വരുമ്പോ ഇതിലേക്ക് ഞാനിപ്പോ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. ഇതിപ്പോ ഞാന് ഒരു അരിപ്പയിലൂടെ ഉണ്ടോ ചേർക്കണത്. ആദ്യം ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പോലെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇങ്ങനെ തരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ കൊക്കോ പൗഡറിലും മൈദപ്പൊടിയിലും ഒക്കെ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ അതുപോലെ തന്നെ അത് അങ്ങ് കിടക്കും. അപ്പൊ നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് തരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ബാറ്റർ നല്ല തിക്കാണ്. അപ്പൊ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം പാലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കാം. ആദ്യം കേക്ക് ടിന്നിന്റെ അടിയിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിൽ അത്ര കൂടുതൽ തേക്കണ്ട, താഴെ നല്ലപോലെ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കേക്ക് ടിന് ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനൊരു പാനിലാണ് ബേക്ക് ചെയ്യണത്. ഇതിന്റെ അകത്തൊരു തട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതില്ലാത്തവര് നമ്മൾ മൺചട്ടിയൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൗണ്ടിലുള്ള വട്ടില്ല, അതും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ പാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യുക കേട്ടോ. ഇടക്കിടക്ക് വന്ന് തുറന്നു നോക്കരുത്, അപ്പൊ കേക്കിന്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരില്ല. ഇതിപ്പോ ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞ് പാനൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കേക്ക് നല്ല പോലെ പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂട് പോവാനായിട്ട് ഇതിനെ മാറ്റി വെക്കുക. ചൂട് പോയതിനു ശേഷം മാത്രം കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോ 1 കപ്പ് ഫിയോണയുടെ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ഒരു 4 മിനിറ്റോളം നിർത്താതെ ബീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ഈ ക്രീം കറക്റ്റ് സ്റ്റിഫ് പീക്സ് ആയിട്ട് വരും. പിന്നെ ബീറ്റ് ചെയ്യണതിന്റെ മുന്നേ ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒന്ന് വിപ്പായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. ഇതിനായിട്ട് കേക്കിന്റെ സൈഡ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് പുറകിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അകത്തുനിന്ന് വിട്ട് കിട്ടും കേട്ടോ.
അങ്ങനെ ഇപ്പോ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ കേക്കിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഇതിനെ 2 or 3 ഒക്കെ ലെയർ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ കേക്കിനെ 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഡെക്കറേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് എടുക്കുക. ഇതിന്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. വേറെ ഒന്നുമല്ല, കുറച്ച് പഞ്ചസാരയെ ഇത്തിരി വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം നന്നായിട്ട് ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഒരു പൈപ്പിംഗ് ബാഗിന്റെ അകത്ത് ക്രീം എടുത്തിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഒരു ലെയറിന്റെ മുകളിൽ ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ കേക്കും കൂടെ വെച്ചു കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ ഇതിന്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. എന്നിട്ട് കേക്കിനെ മൊത്തത്തിൽ ക്രീം ഉപയോഗിച്ചിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ കേക്കിനെ മുഴുവനായിട്ടും ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുത്താണ്. ഇത് കേക്കിന്റെ മുകളിൽ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് സിമ്പിൾ ഡിസൈനും കൊടുക്കുന്നുണ്ട്. താഴെ ഒരു ബോർഡറും വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ ഞാനിപ്പോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കേക്കിനെ മുഴുവനായിട്ടും ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഓവനൊന്നും ഇല്ലാതെ വെറും ഗ്യാസ് അടുപ്പുമേലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് താഴെ കാണുന്ന ഇതുപോലുള്ള റെഡ് കളറിലോ സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇതേ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇതാ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി